എൻ്റെ ജീവിതത്തിൽ കുറേ പാഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊഫഷൻസും എനിക്കുണ്ട്. കുറച്ച് ഐ ഹാവ് മൾട്ടിപ്പിൾ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റീസ്. അങ്ങനെ ഒന്നാണ് സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കമൻട്രി ചെയ്യുക, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ആങ്കർ ചെയ്യുക, അതിൽ പ്രസൻറ്റർ ആവുക. അങ്ങനെ ഇടയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് ഐ ഫീൽ എക്സ്റ്റാറ്റിക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ ഒരു മത്സരം വളരെ കൂടുതലുള്ളൊരു ഫീൽഡാണ്. വളരെ ടൈറ്റ് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പല പല ഘടകങ്ങളും ഉണ്ടാവും. ഞാൻ പലപ്പോഴും ക്രിബ് ചെയ്യാറുണ്ട്, ഞാൻ പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും, എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഇത് വന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ഒരിക്കൽ സ്റ്റേഡിയത്തിൽ ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ് സ്റ്റേഡിയത്തിൽ ഞാനിങ്ങനെ നാഷണൽ ടി വിയിൽ ഒരു ഈവൻറ്റ് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും. അന്നൊരാളെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയൊരു റോളാണ് കമ്പാരിറ്റീവ്ലി. അതായത് ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് അവിടെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ആളുടെ, എന്നെക്കാൾ പ്രായത്തിൽ വളരെ കുറഞ്ഞ ഒരാളാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഹി വാസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അവിടെ നിൽക്കുന്ന പുള്ളി അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയും ഈ പ്ലെയേഴ്സിനെ കാണുക, അല്ലെങ്കിൽ ബാക്കി ടെലിവിഷൻ ക്രൂ ആയിട്ട് പരിചയപ്പെടുക, ഭയങ്കരമായ ഒരു ആവേശത്തോടെയാണ് ആ മനുഷ്യൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഐ ഫെൽറ്റ് എംബാരസ്ഡ്. കാരണം പലപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പിയല്ല. നമ്മളെപ്പോഴും പോരാ എന്നുള്ളത് ശരിയാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എപ്പോഴും കൂടുതൽ വേണം, അവസരങ്ങൾ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും. പക്ഷേ നമ്മൾ പലപ്പോഴും വി ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് യു ഹവ് ഗോട്ട്. അല്ലേ? ശരിയല്ലേ? വി ആർ ജസ്റ്റ് നോട്ട് ഹാപ്പി വിത്ത് വാട്ട് വി ഹവ് ഗോട്ട്. എനിക്ക് തോന്നിയതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, അന്ന് രാത്രിയിൽ ഞാൻ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു. അയാളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ദർ ആർ പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ഹൂസ് ബെസ്റ്റ് ഡേയ്സ് ആർ വേഴ്സ് ദാൻ മൈ വേഴ്സ്റ്റ് ഡേയ്സ്. അതായത് എൻ്റെ ഏറ്റവും മോശമായ ദിവസത്തെക്കാൾ മോശമായ ഒരു ദിവസം മറ്റു പലരുടെയും ഏറ്റവും നല്ല ദിവസമായിരിക്കും. നമ്മൾ പലപ്പോഴും അത് കാണാറില്ല. ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്ക് ഹെൽത്തിൻ്റെ, അതായത് ആരോഗ്യത്തിൻ്റെ വാല്യൂ എന്താണെന്നറിയില്ല. വീട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അഹങ്കാരം പറയരുത്, നീ ഇടയ്ക്കൊന്ന് പോയി ആ ഒരു ക്യാൻസർ വാർഡിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതിലോ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഒന്ന് അടുത്ത് പോകുമ്പം മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ബ്ലെസ്ഡ് ആണെന്നുള്ളത്. അപ്പം സംടൈംസ് നമുക്ക് കിട്ടാത്തതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പം നമുക്കുള്ളതിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നില്ല. ദ പോയിൻറ്റ് ഈസ്, ലെറ്റ് us be thankful, let's carry gratitude. നമുക്കുള്ളതിനോട് നമുക്ക് സർവേശ്വരനോട് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് പരിശ്രമം തുടരുകയും ചെയ്യാം. നാളെ കാണാം. താങ്ക് യു വെരി മച്ച്.